വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് ഇല്ലല്ലോ. എന്തേ അത് ഭരണത്തിന് വേറെ തടസ്സവും സ്തംഭനമൊന്നും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ബന്ധപ്പെട്ടത് അല്ല, അങ്ങനെയുള്ള കമൻ്റൊന്നും പറയുന്നില്ല, അങ്ങനെയൊന്നും പരിശോധിച്ചിട്ടുമില്ല. പിന്നെ സ്വാഭാവികമായിട്ട് ജയിച്ച് വരുന്ന, ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ഇത് ഇപ്പോൾ പറയാൻ ഉദ്ദേശിച്ച വിഷയത്തിന് പുറത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ രൂപം കൊണ്ടതിന് ശേഷം ഇന്ന് വരെയെങ്കിലും ഏതെങ്കിലും ഒരു അംഗത്തിന് വരാൻ അസൗകര്യം ഉണ്ടെന്ന് പറയുമ്പോഴേക്കും മേയർ അത് പറയുമ്പോൾ ഇന്ന് വരെ ഈ കോർപ്പറേഷൻ്റെ ചരിത്രത്തിൽ അംഗങ്ങൾ എഴുന്നേറ്റ് എതിർത്തിട്ടുണ്ടോ? ഞാൻ 5 വർഷം കൗൺസിലറായിരുന്നു, കഴിഞ്ഞ 6 മാസം കൊണ്ട് മേയറാണ്. എൻ്റെ അറിവിലില്ല. ഇദ്ദേഹം 20-25 കൊല്ലം കൊണ്ട് കൗൺസിലറാണ്, അദ്ദേഹം 15 കൊല്ലം കൊണ്ട് കൗൺസിലറാണ്. ഈ ഇരിക്കുന്ന എല്ലാവരും, ഞാനും രാധാകൃഷ്ണൻ ഇതിൽ ആദ്യത്തെ ടേബിൾ വരുന്നത്, ബാക്കി ഏറെക്കുറെ സജി ഗിരിയൊക്കെ ഏകദേശം 8 കൊല്ലം കൊണ്ട് കൗൺസിലറാണ്. ഇന്ന് വരെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ചരിത്രത്തിൽ ജയിച്ചു വന്ന ഒരാളിന് വ്യക്തിപരമായ അസൗകര്യം കൊണ്ട് വരില്ല എന്ന് പറയുമ്പോൾ അല്ല, അയാൾ വരാതിരുന്നാൽ എന്താ അതിന് അനുവദിക്കാൻ ഒക്കില്ല ഇന്ന് ആരും പറഞ്ഞിട്ടില്ല. ആ കീഴ്വഴക്കത്തിന് LDF തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു അംഗം സുഖമില്ലടക്കി വേറെ എന്തെങ്കിലും ആവശ്യം കൊണ്ട് പറയുമ്പോഴേക്കും അപ്പുറത്ത് 50 പേര് എഴുന്നേറ്റ് നിന്നിട്ട് അനുവദിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഇതങ്ങനെ സ്വാഭാവികമായി കാണാൻ കഴിയും. ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായിട്ട് കാപ്പ കേസ് ചുമത്തി ജയിലിൽ കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി പറഞ്ഞതാണ്. ജനാധിപത്യ സംവിധാനത്തിൽ ഓരോ വ്യക്തികളെ തെരഞ്ഞെടുപ്പിന് പോലും ക്രിമിനൽ കേസിൽ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പരിശോധിച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ നോമിനേഷൻ പോലും കൊടുക്കുമ്പോൾ സൂക്ഷ്മ പരിശോധന ചെയ്യുക. അപ്പോൾ ഇത് വളരെ സ്വാഭാവികമായിട്ട് പറയാൻ കഴിയുന്നതാണോ? ഈ അസുഖം ബാധിതരായി അവധി ചോദിക്കുന്നവരുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ? അല്ല, നിങ്ങൾ അങ്ങനെ സ്വാഭാവികമായിട്ട് കാണണ്ട. അല്ല, വളരെ സ്വാഭാവികമായി മേയർ പറയുന്നു, അതുകൊണ്ട് ചോദിച്ചാണ്. അങ്ങ് സ്വാഭാവികമായിട്ട് ഞാൻ മേയറല്ല, സംസ്ഥാന സർക്കാരിന്റെ സർക്കുലറും കൂടെ ഉണ്ടല്ലോ. അല്ല, ഇത് സ്വാഭാവികമായി കമ്പയർ ചെയ്യുമ്പോഴേ നമ്മൾ ഞാൻ പറയുന്ന അങ്ങ് അങ്ങനെ കമ്പയർ ചെയ്തോളൂ, അങ്ങയുടെ പെർസ്പെക്റ്റീവിൽ ഇന്റർപ്രറ്റ് ചെയ്തോളൂ. ഈ അവധി അപേക്ഷയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം തീർത്തത് ആഭ്യന്തര വകുപ്പിന്റെ സർക്കുലറാണ്. എങ്ങനെ പാസ്സാക്കി എടുക്കുക എന്ന് പറയുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം അവധി അപേക്ഷയിൽ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം തീർത്തത് ഈ ആഭ്യന്തര വകുപ്പിന്റെ സർക്കുലറാണ്. ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്ന മുനിസിപ്പൽ ആക്ടിനെയാണ്. 91K സെക്ഷൻ 91K മുനിസിപ്പൽ ആക്ട്, ഇതാണ് ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അദ്ദേഹം ഒന്നും വായിക്കാതെ തന്നെ ഇവിടെ 91K അദ്ദേഹത്തിന് പറഞ്ഞു 91K എന്ന് ഞാൻ പറഞ്ഞു. ബുക്ക് 2 കൊടുത്തിട്ടുണ്ട്, എല്ലാ കൗൺസിലർമാരും കൊടുത്തു. ഓക്കെ, അതെ 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 അതെ. അപ്പോൾ അയാൾ അറസ്റ്റ് ചെയ്തില്ല. അല്ല, സർക്കുലർ വന്നതാണ്, ഞാൻ സംസ്ഥാന സർക്കാരിൻ്റെ സർക്കുലറാണ്. അത് നേരത്തെ അറിയാത്തതിൽ നിങ്ങൾക്ക് ഒരു വിഷമമുണ്ട്, എനിക്കറിയാം, അത് മനസ്സിലാക്കുന്നു. അല്ല, എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ സർക്കുലറും ആക്റ്റും അനുസരിച്ചാണ് കോർപ്പറേഷൻ പ്രവർത്തിച്ചിരിക്കുന്നത്, സെക്രട്ടറി അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ